നീണ്ട 74 വർഷത്തെ കാത്തിരിപ്പിനും 352 മത്സരങ്ങളിലെ പോരാട്ടത്തിന് ശേഷം കേരളം ആദ്യമായി രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തിയിരിക്കുന്നു. സച്ചിൻ ബേബിയും അമയ് ഖുറാസിയെയും കൈകോർത്തപ്പോൾ സംഭവിച്ചതെല്ലാം മാജിക്കാണ്. ഒപ്പം കേരളം ചരിത്രത്തിലേക്കും നടന്നു കയറി. ഗുജറാത്തിനെ അവരുടെ തട്ടകത്തിൽ വിറപ്പിച്ച് കേരളത്തിന്റെ പുലിക്കുട്ടികൾ രഞ്ജി ട്രോഫിയിൽ സ്വപ്നം ഫൈനൽ കളിക്കാൻ യോഗ്യത നേടിയിരിക്കുന്നു. സച്ചിൻ ബേബിയും സംഘവും ക്രിക്കറ്റിനുമപ്പുറം വടക്കേ ഇന്ത്യൻ ലോബികളുടെ പണക്കൊഴുപ്പിനെ മറികടന്ന് ഒരു സ്വപ്ന ഫൈനൽ കളിക്കുമ്പോൾ ലോകമെങ്ങുമുള്ള മലയാളി ആരാധകർക്ക് കണ്ണ് നനയാതെ ഈ കാഴ്ച എങ്ങനെ കണ്ടിരിക്കാനാണ്. പഴയ തിരുവിതാംകൂർ കൊച്ചി ടീം കേരള ക്രിക്കറ്റ് ടീം ആയ ശേഷം 1957 കേരളം ആദ്യമായി രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. അന്ന് തൊട്ട് ചരിത്രത്തിൽ ഇന്നേ വരെ സാധ്യമാകാതിരുന്ന അസുലഭ നേട്ടവുമായി കേരളം മിന്നിത്തിളങ്ങുമ്പോൾ ഇതൊരു ടീം വർക്കിന്റെ വിജയമെന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഒരു ത്രില്ലർ സിനിമ പോലെയായിരുന്നു കേരള ഗുജറാത്ത് സെമി ഫൈനൽ. ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത കേരള നായകൻ സച്ചിൻ ബേബിയുടെ തീരുമാനം ശരിവെച്ച് ആദ്യ 2 ദിനങ്ങളിലും കേരളത്തിന്റെ ബാറ്റർമാർ ഗുജറാത്ത് ബൗളർമാർക്ക് മേൽ ആധിപത്യം പുലർത്തുന്നതാണ് കണ്ടത്. മുഹമ്മദ് അസ്ഹറുദ്ദീന്റെ 177 റൺസുമായുള്ള ഒറ്റയാൾ പോരാട്ടവും സച്ചിൻ ബേബിയുടെയും സൽമാൻ നിസാറിന്റെയും അർദ്ധ സെഞ്ചുറി പ്രകടനങ്ങളും കൂടി ചേർന്നപ്പോൾ കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സിൽ 457 റൺസ് എന്ന കൂറ്റൻ സ്കോർ സ്വന്തമാക്കാനായി. എന്നാൽ മറുപടിയായി കേരള ബൗളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചും വിക്കറ്റ് കളയാതെ കാത്തുസൂക്ഷിച്ചും ഗുജറാത്ത് ബാറ്റർമാർ പോരാട്ടം 5-ാം ദിനം 1-ാം സെഷൻ വരെ നീട്ടിയപ്പോൾ കേരളവും വിറച്ചുപോയെന്നതാണ് യാഥാർത്ഥ്യം. അഹമ്മദാബാദിലെ സ്പിന്നിംഗ് ട്രാക്കിൽ ജലക് സക്സേനയും ആദിത്യ സർവാദയും ഗുജറാത്ത് വാലറ്റത്തെ ലീഡ് എന്ന ലക്ഷ്യത്തിൽ നിന്ന് അകറ്റി. 2 റൺസിന്റെ നിർണായക ലീഡ് സമ്മാനിച്ച സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിനോടാണ് കേരളം ഇപ്പോൾ നന്ദി പറയുന്നത്. നാഗ്വാസ്വലയുടെ പവർഫുൾ ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്തിരുന്ന സൽമാൻ നിസാറിന്റെ ഹെൽമറ്റിൽ ഇടിച്ച് ഉയർന്നു പൊങ്ങിയതാണ് കേരളത്തിന് അനുഗ്രഹമായത്. സ്ലിപ്പിൽ ഫീൽഡ് ചെയ്തിരുന്ന ക്യാപ്റ്റൻ സച്ചിൻ ബേബിക്ക് അനായാസ ക്യാച്ച്. നേരത്തെ 10-ാം വിക്കറ്റിൽ സമാനമായൊരു ക്യാച്ച് അവസരം സൽമാൻ നിസാറിന്റെ കൈകളിലേക്ക് വന്നെങ്കിലും പിടിയിൽ ഒതുക്കാൻ താരത്തിനായില്ല. കേരള താരങ്ങളെയെല്ലാം നിരാശയിലേക്ക് തള്ളിവിട്ട സാഹചര്യമായിരുന്നു ഇത്. എന്നാൽ കാലം കാത്തുവെച്ച കാവ്യനീതി പോലെ സൽമാന്റെ ഹെൽമറ്റും നായകൻ സച്ചിൻ ബേബിയുടെ ക്യാച്ചുമെല്ലാം മലയാളി ആരാധകരുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർത്തി. വെറും 2 റൺസ് അകലെ കൈവിട്ട ഫൈനൽ ബർത്തിനെ ഓർത്ത് തലയിൽ കൈവച്ചിരിക്കാനേ ഗുജറാത്തി ടീമംഗങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ. ക്രിക്കറ്റിനല്ലാതെ ഇതുപോലൊരു ത്രില്ലർ ക്ലൈമാക്സ് ഒരുക്കാൻ മറ്റേത് ഗെയിമിനാകും? പ്രതിരോധത്തിലൂന്നിയ ബാറ്റിംഗുമായി സച്ചിൻ ബേബിയും അസ്ഹറുദ്ദീനും സൽമാൻ നിസാറും രോഹൻ കുന്നുമലും അക്ഷയ് ചന്ദ്രനുമെല്ലാം കേരളത്തിന് രഞ്ജി ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ സമ്മാനിച്ചപ്പോൾ അത് പ്രതിരോധിക്കാൻ ബൗളർമാരും കിണഞ്ഞു പരിശ്രമിച്ചു. അങ്ങനെ 2.5 ദിവസത്തിനുള്ളിൽ ഗുജറാത്തിന്റെ 1-ാം ഇന്നിംഗ്സ് അവസാനിപ്പിക്കാൻ കേരളത്തിന്റെ ചുണക്കുട്ടികൾക്കായി. 4 വീതം വിക്കറ്റുകളുമായി ജലക് സക്സേനയും ആദിത്യ സർവാദയും കേരളത്തിന്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റും ചുക്കാൻ പിടിച്ചു. 5-ാം ദിനം അപ്രതീക്ഷിത തിരിച്ചുവരവാണ് കേരള ടീം നടത്തിയത്. ലീഡിലൂടെ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിക്കാൻ കേരളത്തിന് വേണ്ടത് 3 വിക്കറ്റും ഗുജറാത്തിന് വേണ്ടിയിരുന്നത് 28 റൺസുമായിരുന്നു. 4-ാം ദിനം 8-ാം വിക്കറ്റിൽ ജയമീത് പട്ടേലും സിദ്ധാർത്ഥ് ദേശായിയും നടത്തിയ പ്രത്യാക്രമണം കേരളത്തിന്റെ നെഞ്ചിടിപ്പേറ്റിയിരുന്നു. എന്നാൽ മനസാന്നിധ്യത്തോടെ പന്തെറിഞ്ഞ സ്പിന്നർമാർ നിർണായകമായ 2 റൺസിന്റെ 1-ാം ഇന്നിംഗ്സ് ലീഡ് കേരളത്തിന് സമ്മാനിച്ചു. പ്രിയങ്ക് പഞ്ചൽ, ജയമീത് പട്ടേൽ, ആര്യ ദേശായി എന്നിവരാണ് ഗുജറാത്ത് നിരയിൽ തിളങ്ങിയത്.